ഹലോ. അങ്ങനെ ഇന്നൊരു ദിവസം ഫുള്ള് തിന്ന് കിടന്ന് ഉറങ്ങി. അങ്ങനെ വൈകുന്നേരം കുളിച്ചപ്പോൾ ഒരു തോന്നൽ ഒന്ന് അമ്പലത്തിൽ പോയേക്കാന്ന്. കാരണം ഇവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷം അമ്പലവും പള്ളിയൊക്കെ കണ്ടിട്ടേയില്ല. അപ്പോൾ എന്തായാലും ഇത് വീടിനടുത്തുള്ളൊരു ദേവീക്ഷേത്രമാണ്. ഏതാ പ്രതിഷ്ഠ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും പോയി മനസ്സിനൊരു സമാധാനവും കിട്ടി. അങ്ങനെ ഈ ചൂരമീൻ കണ്ടപ്പോൾ ചൂരമീൻ വാങ്ങാനൊരാഗ്രഹം. അങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്ന വഴി ചൂരമീനും വാങ്ങിച്ചു. അത് വെട്ടി കഴുകി വൃത്തിയാക്കി. കഴുകിയില്ല, വെട്ടിത്തന്നു. അവരുടെ ഇഷ്ടത്തിന് വെട്ടിത്തന്നു. നമ്മൾ പറയണ പോലെ ഒന്നും അവർ വെട്ടത്തില്ല. 30 രൂപയും വാങ്ങിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് അങ്ങനെ വീട്ടിലെത്തി. ചൂടാണ് സഹിക്കാൻ വയ്യാത്ത, വല്ലാത്ത ചൂടാണ്. പിന്നെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്നു. മീൻകറി സെറ്റാക്കി. മീൻകറി ഇത് നാളത്തെ ലഞ്ചിന് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത്. പിന്നെ കുറച്ച് വറുക്കാനും എടുത്ത് പുരട്ടി മാറ്റി വെച്ചു. പിന്നെ അടുത്ത പരിപാടി ഡിന്നറിൻ്റെ പരിപാടിയാണ്. ഡിന്നറ് പുട്ടും മുട്ടക്കറിയാണ്. ശരിക്കും ഞാൻ മാത്രമായിരുന്നെങ്കിൽ എനിക്ക് ആ മീൻകറി മതിയായിരുന്നു. പക്ഷേ ഈ മീൻകറി ഇവിടെ ഉള്ള ഒരാൾ കഴിക്കാത്തത് കൊണ്ടും ഞാൻ മുട്ടക്കറി വെച്ചു. അപ്പോൾ എനിക്ക് പുട്ടും മീൻകറിയും മുട്ടക്കറിയും ഇത് രണ്ടുമാണ് എൻ്റെ ഇന്നത്തെ ഡിന്നറ്. മറ്റാൾക്ക് പുട്ടും മുട്ടക്കറിയും മാത്രം. അങ്ങനെ മീൻകറി ഏതാണ്ട് സെറ്റായി. പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കരിവേപ്പില ഇട്ട് ഏതാണ്ട് സെറ്റാക്കി എടുത്തു. അപ്പോൾ ചൂടാണല്ലോ, കുറച്ച് ഫ്രഷ് ജ്യൂസും ആവാമെന്ന് വിചാരിച്ചു ഇടയിൽ കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമ്മുടെ സാധാ മുട്ടക്കറി. എനിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം അങ്ങ് ഇടും. തേങ്ങാപ്പാലിൻ്റെ ആ രുചിയൊന്നും കിട്ടിയില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് നല്ല കുറുകിയ നല്ല കറിയായി വരും. അങ്ങനെ ലാസ്റ്റ് പുട്ടും മുട്ടക്കറിയും. ഇതാണ് ഇന്നത്തെ പരിപാടി മൊത്തം. ആകപ്പാടെ ഞാനിന്ന് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ശരി, ബായ്.